Good morning. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള ഫസ്റ്റത്തെ ഡെഫിനിഷൻ ക്ലോസ് സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തതായിട്ട് ക്ലോഷർ എന്താണെന്ന്. ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ ഒരു സബ്സെറ്റിൻ്റെ ക്ലോഷർ, അതായത് നമുക്കൊരു എക്സ്2 എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ എയിൻ്റെ ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യുക അതിൻ്റെ മുകളിലൊരു ബാർ ഇടണം. എ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് നമ്മൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ സബ്സെറ്റ് എ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ്സുകളും എടുക്കുന്നു. എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ്സുകളും ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. ആ ഇൻ്റർസെക്ഷന് പറയുന്ന പേരാണ് ക്ലോഷർ. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, ഈ ക്ലോഷർ ഒരു സെറ്റ് എയിൻ്റെ എ ക്ലോഷർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയിരിക്കുമോ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സബ്സെറ്റ്സ് കണ്ടെയ്നിങ് ഇറ്റ്. എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനാണ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോൾ ഫൈനൈറ്റ് ആകാം, ചിലപ്പം ഇൻഫിനിറ്റ് ആകാം, അൺകൗണ്ടബിൾ ആവാം. അപ്പോൾ എത്ര ഉണ്ടോ, ഇനിയിപ്പോൾ അൺകൗണ്ടബിൾ ഉണ്ടെങ്കിൽ തന്നെ അൺകൗണ്ടബിൾ കളക്ഷൻ്റെ ഇൻ്റർസെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മൾ നേരത്തെ തിയറത്തിൽ പഠിച്ചു, ആർബിട്രറി ക്ലോസ്ഡ് അണ്ടർ ആർബിട്രറി ഇൻ്റർസെക്ഷൻ. അതായത് ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് ക്ലോസ്ഡ് ആണെന്നാണ് നമ്മളവിടെ പഠിച്ചത്. അപ്പോൾ ഈ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റുകൾ കുറേ അൺകൗണ്ടബിളി മെനി ഉണ്ടെങ്കിലും അതിൻ്റെ ഇൻ്റർസെക്ഷൻ എഗെയിൻ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോഷറാണ്. അതായത് ക്ലോഷർ എപ്പോഴും ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഒരു ടോപ്പോളജിക്കൽ സ്പേസിൽ ഒരു സബ്സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സബ്സെറ്റിൻ്റെ ക്ലോഷർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ ക്ലോഷറിനെ എഴുതിയ ക്ലോഷർ ഈസ് ദി സെറ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, സി എന്ന് പറഞ്ഞാൽ സൂപ്പർ സെറ്റാണ്. എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സി, എങ്ങനെയുള്ള സി? ക്ലോസ്ഡ് ഇൻ എക്സ്. എക്സിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സികൾ അതെങ്ങനെയായിരിക്കണം? എക്സിൻ്റെ സബ്സെറ്റുകളായിരിക്കണം. അങ്ങനെയുള്ള സികളുടെയൊക്കെ ഇൻ്റർസെക്ഷനാണ് ക്ലോഷർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ക്ലോഷർ, എ ബാർ എന്ന് എഴുതും. ചിലപ്പോൾ ടോപ്പോളജി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എ ക്ലോഷറിൻ്റെ മുകളിൽ ടോന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. എ ക്ലോഷർ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് താഴെ ടോന്ന് എഴുതാം. പക്ഷെ നമ്മളതൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ എ ക്ലോഷറിന് ജസ്റ്റ് എഴുതുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സബ്സ്പേസ് ടോപ്പോളജി പഠിച്ചിരുന്നു. ഇവിടെ എക്സ് ഉണ്ട്, പിന്നെ ഒരു സബ്സെറ്റ് സേ വൈ ഉണ്ട്. വൈൻ്റെ ഒരു സബ്സെറ്റ് എ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ വൈ ഉണ്ട്. എക്സിലൊരു ടോപ്പോളജി ടോ ഉണ്ട്. വൈയിൽ എന്തുണ്ടാകും? ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ഉണ്ടാകും, സബ്സ്പേസ് ടോപ്പോളജി. അപ്പോൾ എയിൻ്റെ ക്ലോഷർ എടുക്കുന്ന സമയത്ത്, എയിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ്സുകളുടെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റ്സ് വരുന്നത് എവിടുന്നാണ്? ഓപ്പൺ സെറ്റ്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്നാണ്. അപ്പോൾ ഓപ്പൺ സെറ്റ് എവിടുന്നാണ്? ഓപ്പൺ സെറ്റ്സ് ചിലപ്പം ടോയിൽ നിന്ന് വരാം, ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് വരാം. സബ് സ്പേസിലാവാം അല്ലെങ്കിൽ സ്പേസിലാവാം. അപ്പോൾ ടോയിലുള്ള ഓപ്പൺ സെറ്റുകളുടെ കോംപ്ലിമെൻ്റായ ക്ലോസ്ഡ് സെറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് എ ക്ലോഷർ കണ്ടാൽ ആ കിട്ടുന്നത് ക്ലോഷർ ഓഫ് എ ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി അതിന് പകരം ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ള ഓപ്പൺ സെറ്റുകളുടെ കോംപ്ലിമെൻറ്റുകൾ ആയിട്ടുള്ള ക്ലോസ് സെറ്റ്സുകൾ, അത് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അങ്ങനത്തെ ക്ലോസ് സെറ്റുകൾ, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ എ ക്ലോഷർ വിത്ത് റെസ്പെക്ട് ടു ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ആണ്. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട്
എന്ത് ചെയ്യുക, എ ക്ലോഷർ മുകളിൽ വൈ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതും. മറ്റൊരു നൊട്ടേഷനാണ് സി എൽ, എയിൻ്റെ ക്ലോഷർ എന്നുള്ള സി എൽ ഓഫ് എ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ സി ഓഫ് എ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ സ്മോൾ സി ഓഫ് എ. ഇതൊക്കെ ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ്. അപ്പോൾ ഈ നൊട്ടേഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എക്സാമിന് ഏതെങ്കിലും നൊട്ടേഷൻ മാറ്റി തന്നാൽ അത് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്പേസ് ടോപ്പോളജിയിലുള്ള ക്ലോഷറും ഒറിജിനൽ സ്പേസിലുള്ള ക്ലോഷറും വ്യത്യാസം ഉണ്ടാകും. എപ്പം വൈൻ്റെ അകത്ത് ആണ് വൈൻ്റെ അകത്താണ് നമ്മൾ എ എടുക്കുന്നതെങ്കിൽ എ ക്ലോഷർ വിത്ത് റെസ്പെക്ട് ടു വൈയും എ ക്ലോഷർ വിത്ത് റെസ്പെക്ട് ടു എക്സും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്പേസ് ടോപ്പോളജിയിൽ വരുന്ന ക്ലോഷർ കിട്ടാൻ എന്ത് ചെയ്താൽ മതിയാകും? നമുക്ക് എക്സിലുള്ള എ ക്ലോഷർ എടുത്തിട്ട് അതിനെ വൈയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്താൽ മതിയാകും. ഇൻ്റർസെക്റ്റ് ചെയ്താൽ നമുക്ക് സബ്സ്പേസ് ടോപ്പോളജിയിലുള്ള ക്ലോഷർ കിട്ടും. കാരണം നമ്മൾ സബ്സ്പേസിൽ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുക, ഇൻ്റർസെക്ഷൻ വൈ എടുക്കുന്നു. വിത്ത് ഇൻ്റർസെക്ഷൻ വൈ എടുത്താൽ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ പറയുക, ക്ലോസ്ഡ് സെറ്റ്സിൽ ക്ലോസ്ഡ് സെറ്റിൽ ക്ലോഷറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ അടുത്ത പ്രൊപ്പോസിഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, എക്സ് ടോ എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ക്ലോഷർ എപ്പോഴും എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. കാരണം എന്താ, പ്രൂഫ് എങ്ങനെ എഴുതാം? എ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾ ക്ലോസ്ഡ് സെറ്റ്, എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ്സുകളും എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ അവിടെ ഒരു ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണ് വരിക. ആർബിട്രറി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഓൾവേസ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എ ക്ലോഷർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. എ ക്ലോഷർ ഈസ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് എ. ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് കണ്ടെയ്നിങ് എ. അത് ഓഫ് കോഴ്സ് ആലോചിച്ചാൽ അറിയാം, എ ക്ലോഷർ ക്ലോസ്ഡ് ആണ്. എ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളുടെയും ഇൻ്റർസെക്ഷനാണ്. ആ ഇൻ്റർസെക്ഷൻ ഇറ്റ്സെൽഫ് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എ ക്ലോഷർ ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും എ ക്ലോഷർ. അതായത് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ് സി എടുത്താൽ എ ക്ലോഷർ സബ്സെറ്റ് ഓഫ് സി ആയിരിക്കും. എ ക്ലോഷർ സബ്സെറ്റ് ഓഫ് സി ആയിരിക്കും. അതായത് എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അതായത് എ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ക്ലോസ്ഡ് സെറ്റ് സി എടുത്താലും ആ സി എ ക്ലോഷറിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ ആ സി എ ക്ലോഷറിനെ കണ്ടെയ്ൻ ചെയ്യും. അതായത് എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. അടുത്തത് ഫൈ ക്ലോഷർ ഈക്വൽ ടു ഫൈ. ഫൈൻ്റെ ക്ലോഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റും എടുത്തിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഉപയോഗിച്ചിട്ട് ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും എടുത്തിട്ട് അതിലത്തെ ഏറ്റവും സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ റിസൾട്ട് പ്രൂവ് ചെയ്തതാണ് ഫൈയും എക്സും സിയിലുണ്ടായിരുന്നു. ഫൈയും എക്സും ബിലോങ്സ് ടു സി ആണെന്ന്. അതായത് ഫൈ ക്ലോസ്ഡ് ആണ്. ഫൈ ക്ലോസ്ഡ് ആണെങ്കിൽ ഫൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് എന്ത് തന്നെയായിരിക്കും? ഫൈ തന്നെയായിരിക്കും. അപ്പോൾ ഫൈ ക്ലോഷർ എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ എന്താ പറയുന്നത് വെച്ചാൽ എ ക്ലോസ്ഡ് ഇൻ എക്സ് ആണെങ്കിൽ എ ക്ലോഷർ എ ആയിരിക്കും. എ ക്ലോസ്ഡ് ഇൻ എക്സ് ആണെങ്കിൽ ഏത് പറയുന്ന ഒരു സബ്സെറ്റാണ്, അത് ഇറ്റ്സെൽഫ് ക്ലോസ്ഡ് ആണെങ്കിൽ എ ക്ലോഷർ ഈക്വൽ ടു എ ആയിരിക്കും. സിമ്പിളാണ്. എന്താണ്? എ ക്ലോസ്ഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുക.
എ ക്ലോസ്ഡ് ആണെങ്കിൽ എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ, എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ, അല്ലെങ്കിൽ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ്. അപ്പോൾ എ ഇറ്റ് സെൽഫ് ക്ലോസ്ഡ് ആണ്, അത് എയിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ക്ലോഷറിൽ എന്താ വരിക, എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എയിനെ കണ്ടെയ്ൻ ചെയ്ത ഏറ്റവും സ്മോളസ്റ്റ് അല്ലേ, ഏറ്റവും സ്മോളസ്റ്റ് എ തന്നെയായിരിക്കും. അപ്പോൾ എ ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എ ക്ലോഷർ ഈക്വൽ ടു എ ആയിരിക്കും. ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ തിരിച്ചും പ്രൂവ് ചെയ്യണം. തിരിച്ച് എ ക്ലോഷർ ഈക്വൽ ടു എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. എ ക്ലോഷർ ഈക്വൽ ടു എ എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, എ ക്ലോഷർ നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു എ ക്ലോഷർ ക്ലോസ്ഡ് സബ്സെറ്റാണ്. അപ്പോൾ ഈ എ ക്ലോഷർ ക്ലോസ്ഡ് ആണ്. ഈ എ ക്ലോഷർ ക്ലോസ്ഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഈ എയും ക്ലോസ്ഡ് ആയിരിക്കും. സോ എ ക്ലോസ്ഡ് ഇൻ എക്സ്. അപ്പോൾ അതും പ്രൂവ് ചെയ്തു. അടുത്ത നാലാമത്തെ എ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ, അല്ലെങ്കിൽ സി ഓഫ് എ. സി എന്ന് പറഞ്ഞാൽ ക്ലോഷറാണ്. അപ്പോൾ ക്ലോഷർ ഓഫ് എയിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ അത് ക്ലോഷറാണ്. എ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഉപയോഗിച്ചാൽ മതി. തേർഡിൽ എന്താ പറയുന്നത്, തേർഡിൽ ഇവിടെ തേർഡ് റിസൾട്ട് എയിനെ കുറിച്ചാണ് പറയുന്നത്. അതിന് പകരം ഞാൻ എ ക്ലോഷറിനെ കുറിച്ച് പറയുന്നു. എ ക്ലോഷർ ഫസ്റ്റ് പാർട്ട് ഉപയോഗിച്ചിട്ട് എ ക്ലോഷർ ക്ലോസ്ഡ് ആണ് ബൈ 1 ഉപയോഗിച്ചിട്ട് എ ക്ലോഷർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ 3 ഉപയോഗിച്ചാൽ എന്താവും, ബൈ 3 നമുക്ക് എന്ത് പറയാം, എ ക്ലോഷർ ക്ലോസ്ഡ് ഇംപ്ലൈസ് എ ക്ലോഷറിൻ്റെ ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ. അപ്പോൾ നമുക്കിത് കിട്ടിയില്ലേ. അപ്പോൾ 4ഉം നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത 5 പറയുന്നതാണ് എ യൂണിയൻ ബി ക്ലോഷർ ഈക്വൽ ടു എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. എയും ബിയും ടോപ്പോളജിക്കൽ സ്പേസ് എക്സ്റ്റോൻ്റെ 2 സബ്സെറ്റ്സുകളാണ്. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി ക്ലോഷർ നമുക്കറിയാം. എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ എ ക്ലോഷറിൻ്റെ അകത്തുണ്ടാവും. അതുപോലെ ബിയും ബി ക്ലോഷറിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എയും എ സബ്സെറ്റ് ഓഫ് എ ക്ലോഷറും ബി സബ്സെറ്റ് ഓഫ് ബി ക്ലോഷറും ആണെങ്കിൽ എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ ആയിരിക്കും. ഇതിൽ എ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റാണ്, ബി ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ അതിൻ്റെ യൂണിയനും ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. എ യൂണിയൻ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റാണിത്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിൻ്റെ ക്ലോഷർ എങ്ങനെയായിരിക്കും, എ യൂണിയൻ ബിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റാണ്. ആ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് എന്തായാലും നമ്മൾ ഈ പാർട്ട് ഉപയോഗിച്ചിട്ട് എന്ത് കിട്ടി, എയിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ക്ലോസ്ഡ് സെറ്റ് എടുത്താലും എയിൻ്റെ ക്ലോഷർ സീൻ്റെ അകത്ത് വരും. അപ്പോൾ എ യൂണിയൻ ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് സെറ്റാണിത്. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഇതിൽ സി ആണ് ഇത്, എ ആണ് ഇത്. അപ്പോൾ എ യൂണിയൻ ബി കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ ആണ്. അതൊരു ക്ലോസ്ഡ് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. നമുക്ക് കിട്ടി എ യൂണിയൻ ബി ക്ലോഷർ സബ്സെറ്റ് ഓഫ് എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ. ഇനി ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചുള്ള ഇൻക്ലൂഷൻ വേണം. എന്താ അത്, എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ക്ലോഷർ എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു റിസൾട്ട് ഉണ്ട്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്ലോഷർ സബ്സെറ്റ് ഓഫ് ബി ക്ലോഷർ ആയിരിക്കും. കാരണം എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ് സെറ്റാണ് എ ക്ലോഷർ, ബിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് ക്ലോസ് സെറ്റാണ് ബി ക്ലോഷർ. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ ക്ലോഷർ സബ്സെറ്റ് ഓഫ് ബി ക്ലോഷർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്, അതുപോലെ ബി സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ആണ്. അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ ക്ലോഷർ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ക്ലോഷർ ആയിരിക്കും, ബി ക്ലോഷർ സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ക്ലോഷർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ക്ലോഷർ യൂണിയൻ ബി ക്ലോഷർ കണ്ടെയ്ൻഡ് ഇൻ എ യൂണിയൻ ബി ക്ലോഷർ ആയിരിക്കും.
ഇപ്പം നമ്മൾ രണ്ടും പ്രൂവ് ചെയ്തു. കഴിഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു, ഇപ്പം നമ്മൾ ഇതും പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെ നമ്മൾ ഈ റിസൾട്ടും പ്രൂവ് ചെയ്തു. ഓക്കെ.